നമസ്കാരം. ഇന്നത്തെ ആദ്യത്തെ വർത്തമാനം ഒരു വാർത്തയല്ല, നിങ്ങളോട് എൻ്റെ പ്രേക്ഷകരോടുള്ള ഒരു ചെറിയൊരു സംവാദമാണ്. സംവാദമല്ല, ഒരു ഒരു സംസാരമാണ്. ഞാൻ എൻ്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. എല്ലാവരും ഈ വീഡിയോ എന്തായാലും കാണണം. എന്തായാലും എൻ്റെ വീഡിയോകളും ന്യൂസുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായി കാണാതെ നിങ്ങൾ അഭിപ്രായം പറയാതെ പോകരുത് കേട്ടോ. എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. ഞാൻ വാർത്തകളുടെ നിജസ്ഥിതി അറിയുന്നത് എന്തിനാണ്? ഈ വാർത്തകളുടെ നിജസ്ഥിതി അറിയുന്നതെന്നറിയോ? പല ഭാഗത്തും ചില പോക്സോ കേസുകൾ വരും, ചില പീഡന കേസുകൾ വരും, മറ്റു ചില അടിക്കേസുകൾ വരും, ചില വർഗീയ കേസുകൾ വരും. അങ്ങനെ മാധ്യമങ്ങൾ പല വാർത്തകളും കൊടുക്കും. പല വാർത്തകളും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു പെണ്ണിനെ അരുംകൊല ചെയ്തു എന്ന് വാർത്ത ചെയ്തപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോ ആ പെണ്ണിനെ എന്നോ തച്ചു കൊല്ലേണ്ട ഒരാളായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. കൊല്ലണോ എന്നല്ല ഞാൻ പറയുന്നത്, സ്വഭാവം വെച്ചിട്ട് അത് സംഭവിക്കേണ്ട ഒരു ഇതായിരുന്നു എന്ന് ആണ് വാർത്ത കിട്ടുന്നത്. വസ്തു അറിയുന്നത്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കേസുണ്ട്. ചില കേസുകളിൽ വളരെ പുണ്യാളച്ചനായിട്ട് ചിലവന്മാരുടെ മുദ്ര കുത്താറുണ്ട്. ഞാൻ അന്വേഷിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ക്രിമിനൽ വേറെ ഉണ്ടാവില്ല ആ ഏരിയയിൽ. അപ്പൊ ഇങ്ങനെ ചില വസ്തുതകൾ മീഡിയകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ വാർത്ത പൊക്കി അങ്ങോട്ട് അടിച്ചാൽ മതി, വൈകാരികമായിട്ട് അടിച്ചാൽ മതി, അല്ലെങ്കിൽ പുറത്തു വരുന്ന വിഷ്വൽസിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ ചെയ്താൽ മതി. അപ്പൊ അത്തരത്തിൽ ഞാൻ പോകാറില്ല. ഡിഫറൻ്റ് ആയിട്ടാണ് പോകല്. ചില പോക്സോ കേസുകൾ കാണുമ്പോൾ എനിക്കിതിൽ എന്തോ ഒരു സംശയം തോന്നിട്ട് അതിന്റെ പിന്നാലെ പോകുമ്പോൾ 100% കള്ളക്കേസാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത്തരം കേസുകളിൽ ഒരുപാട് കേസുകൾ ഇടപെട്ടിട്ട് ആ നിരപരാധികളാണെന്ന് തെളിയിച്ചവരെ വെറുതെ വിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ സംഭവിച്ചത് 60 കൊല്ലം മിനിമം ശിക്ഷ കിട്ടുന്ന ഒരു പ്രതി, പോക്സോ കേസിലെ പ്രതി. പക്ഷെ പോക്സോ കേസ് നടന്നിട്ടില്ല. വെറും വൈരാഗ്യത്തിന്റെ പേരിൽ കൊടുത്തൊരു കേസ്. ആ കേസിൽ ഞാൻ 6 മണിക്കൂറോളം ശിക്ഷിക്കാതെ ആളെ വെറുതെ വിട്ടു. ഇറങ്ങി അങ്ങോട്ട് പോകും. കാര്യം അത്തരത്തില് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും ഞാൻ ഇറങ്ങി പുറപ്പെടാറുണ്ട്. പുറപ്പെട്ടിട്ട് അവർ വേണ്ട സഹായം ചെയ്ത് കൊടുക്കാറുണ്ട്. ആരെങ്കിലും സഹായിക്കണ്ടേ? ഇത്തരത്തിലുള്ള കേസിൽ പെട്ട് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ലല്ലോ. അവരവിടെ കിടക്കുക തന്നെ. ഓനെ പിന്നാലെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളും കൂടെ കുടുങ്ങും എന്നുള്ള ലെവലില പിന്നെ ഒരു വർത്താനം പറയുന്നത്. ആ നിലയ്ക്ക് നമ്മൾ ആ വഴി ആരും പോകാറില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ പോകാറുണ്ട്. ഡിവൈഎസ്പി കെ രവീന്ദ്രന്റെ കേസിലും അങ്ങനെ തന്നെ. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടായിട്ട് ആ പോലീസുകാരനെ സഹായിക്കാൻ അയാളാണ് സത്യം എന്ന് വിളിച്ചു പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അത്തരത്തിൽ എന്നെ സഹായിക്കുന്നത് അതത് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും നഗരസഭയിലേക്ക് വാർഡിലെ കൗൺസിലർമാരും മെമ്പർമാരും. കാരണം LSC കേരള എന്നുള്ള സൈറ്റിൽ അത്തരത്തിൽ എല്ലാ മെമ്പർമാരുടെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഓരോ മെമ്പർ, ആ ഏരിയ ഏതെങ്കിലും ഒരു മെമ്പറെ വിളിക്കുമ്പോൾ അത് ഏത് ഏരിയയിലാണെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് ആ ഏരിയയിലെ മെമ്പറെ വിളിക്കുമ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ പിന്നെ നമ്മുടേതായ ഒരു അന്വേഷണം കൂടെ നടത്തുമ്പോൾ അതിന്റെ വസ്തു മനസ്സിലാക്കും. പിന്നെ അതിന്റെ പിന്നാലെ പോകും. ഇതാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെ ഞാൻ പല നഗരസഭയിലും പലയിടത്തും വിളിക്കാറുണ്ട്. അത്തരത്തിൽ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എന്നോട് സഹകരിച്ചതും നിസ്സഹരിച്ചതുമായ രണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് എന്ന് കരുതിയത്. ഒരു അപമാനമായിക്കോട്ടെ, ഒരു കൂട്ടർക്ക് അഭിമാനവും മറ്റൊരു കൂട്ടർക്ക് അപമാനം ആയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മെമ്പർമാരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം? ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാ. അതായത് ഓരോ വാർഡില് കുറച്ച് അംഗങ്ങളെ ഉണ്ടാവുള്ളൂ. അവരുമായിട്ട് ഏറ്റവും അടുത്ത് അവരുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നവർ, അല്ലാതെ കളക്ടറോ പ്രധാനമന്ത്രിയോ ഒന്നും അല്ല. ചില മെമ്പർമാർക്ക് അങ്ങനെ ചില ധാരണയുണ്ട്. ഞങ്ങള് ഒരു വാർഡ് കൗൺസിലറായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ എന്തോ അയാളൊന്ന് പിന്നെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ മറിക്കുന്നവരാരാണെന്ന് വെച്ചാൽ ധാരണയുണ്ട് അവർക്ക്. അത്തരത്തിലുള്ള കുറച്ച് ധാരണ കളമശ്ശേരിയിലുള്ള കുറച്ച് മെമ്പർമാർക്കുണ്ട്. കളമശ്ശേരിയിലുള്ള, അതായത് ഞാൻ ഏറ്റവും നന്നായി സഹകരിക്കുന്ന മെമ്പർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായി. പത്തനംതിട്ടയിലെ ഒരുപാട്, ഇപ്പൊ ഈ കഴിഞ്ഞ കൊലക്കേസ് ഉൾപ്പെടെ ഒരുപാട് കേസുകൾ നടന്നപ്പോൾ അതിൽ പല മെമ്പറെ വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് പരിചയപ്പെടുമ്പോഴത്തേക്ക് ചിലരെന്നെ കണ്ടിട്ടുണ്ട്, ചിലർ അറിയില്ല, ചിലർ ഞാൻ പരിചയപ്പെടുത്തും. ചിലർക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വെബ്സൈറ്റ് കൊടുക്കും. വെബ്സൈറ്റ് കൊടുത്തിട്ട് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം പല കാര്യങ്ങളും ചോദിക്കുന്നത് അത്തരത്തിലുള്ള വിഷയമായതുകൊണ്ട് അവരൊന്ന് കരുതണമല്ലോ. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം നമ്മളൊരു മാധ്യമ പ്രവർത്തകനല്ല, മറ്റു കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോൾ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ ചില വീഡിയോകൾ വരുമ്പോൾ രണ്ട് വിഭാഗങ്ങളെ അത് മതപരമായിട്ട് വർഗീയപരമായിട്ട് തമ്മിലടുപ്പിക്കാൻ വേണ്ടിയുള്ള ചില വീഡിയോകൾ വരുമ്പോൾ അതിനെയൊക്കെ തടയിടേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതൊരു മെമ്പർക്കും അത് ബാധകമാണ്. അപ്പൊ ഞാൻ ആ വിഷയം പറയും. ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടു, അതിന്റെ നിജസ്ഥിതി അറിയാനാണ്, എനിക്കതിൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. LSC കേരള നമ്പർ എടുത്തെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവും. ചിലർ പറയുന്നത് എനിക്ക് നിങ്ങളെ അതുകൊണ്ട് മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഫൈൽ തരൂ, ഞാനൊന്ന് നോക്കിയതിന് ശേഷം തിരിച്ചു വിളിക്കാന്ന് പറയുമ്പോൾ ഞാൻ എന്റെ പ്രൊഫൈൽ കൊടുക്കാറുണ്ട്.
അപ്പൊ അത് നോക്കി എന്റെ പ്രവർത്തനം നോക്കി വെബ്സൈറ്റ് നോക്കി ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് നോക്കിയതിന് ശേഷം അവരെന്നെ തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ തരും. മര്യാദയാണത്. കാരണം ചില കാര്യങ്ങൾ അത്രത്തോളം വലിയ കേസുകളായതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ ഞാൻ ഒരുപാട് കേസുകൾ ഈ ഡിഫറന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയ ശേഷം ഇതുവരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മുനിസിപ്പാലിറ്റികൾ മറ്റും ഞാൻ വിളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് സഹകരിച്ചിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മെമ്പർമാരാണ്. വളരെ മര്യാദക്കാരാണ്. അവര് പാകതയും പക്വതയും ഉള്ളവരാണ്, ജനപ്രതിനിധികളാണ്. ചിലർ പറയും ഞങ്ങളുടെ വോയിസ് കൊടുക്കരുത്, പിന്നെ ഞങ്ങളെ കുറിച്ച് പറയരുത് എന്നൊക്കെ പറയും. വിവരം പറഞ്ഞു തരും. ഞാൻ അവരെ കുറിച്ച് പറയാറില്ല, അവരുടെ മെമ്പറുടെ അത് കൊടുക്കാറില്ല, അല്ല അവരുടെ ശബ്ദം കൊടുക്കാറില്ല, അങ്ങനെ അതൊന്നും കൊടുക്കാറില്ല. നമുക്ക് കാര്യം അറിഞ്ഞാൽ മതിയല്ലോ, വസ്തു അറിഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ വിളിച്ചിട്ടുള്ളത് ഏറ്റവും മോശമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടുള്ളത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പ്രത്യേകിച്ച് വനിതാ മെമ്പർമാർക്ക് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് മുർമുവിനേക്കാളും കൂടുതൽ പിന്നെ പദവിയുള്ളവരാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ചിലരെയൊക്കെ വിളിക്കുമ്പോൾ. ഭയങ്കര മുഷ്കിന്റെ ആൾക്കാര്. നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുത്താലും എങ്ങനെ സംസാരിച്ചാലും നമ്മളെ പ്രൊഫൈല് പറഞ്ഞു കൊടുത്താലും കാര്യങ്ങൾ പറഞ്ഞാലും വിഷയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും വളരെ ദാക്ഷ്യത്തോടെ വളരെ മോശമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിയുടേതായ യാതൊരു ക്വാളിറ്റിയും ഇല്ലാതെ സംസാരിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് അനുഭവപ്പെട്ട, ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല, കുറച്ചു പേര് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. കളമശ്ശേരി ഇന്ന് വരെ എന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് കളമശ്ശേരിയായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും മര്യാദയ്ക്ക് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. ഫോൺ എടുത്തവരെ കാര്യമാണ് കേട്ടോ, ചിലരൊന്നും ഫോൺ എടുത്തിട്ടില്ല. എടുക്കാത്തവരെ മുഴുവൻ അടച്ചു പറയാൻ പാടില്ലല്ലോ. ഫോൺ എടുക്കാത്തവർ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ടാകാം, ഉണ്ടാവില്ല എന്ന് പറയാൻ ഒക്കൂല. ചിലരൊക്കെ വളരെ മോശമായിട്ട് എന്ന് പറഞ്ഞാൽ അസഭ്യം പറഞ്ഞു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു മെമ്പറെ ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുന്നില്ല, ഒരിക്കലും അവർ കീപ്പ് ചെയ്യുന്നില്ല. അവര് എന്തോ ഈ മെമ്പർ സ്ഥാനം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിന്റെ ഒരു കോർപ്പറേഷൻ മെമ്പർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ടോ കയറിയിരുന്ന് ബാക്കിയുള്ളവരെ മുഴുവൻ ഭരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തുറന്നു പറയണമല്ലോ. എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളോടാണ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാനുള്ള പ്രാഥമിക സ്റ്റേജിലുള്ള വ്യക്തികളാണ് വാർഡ് മെമ്പർമാരെന്ന് പറയുന്നത്. അത് വാർഡ് മെമ്പർമാർ മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അതുപോലെ പിന്നെ പഞ്ചായത്തായാലും വിളിക്കുമ്പോൾ കുറച്ച് മാന്യമായി വിളിക്കുന്ന ആളുടെ കാര്യം അറിഞ്ഞുകൊണ്ടൊന്ന് മാന്യമായി ഒന്ന് സംസാരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെയാണ് ശരിക്കും ഏറ്റവും താഴെയുള്ള ജനങ്ങളുമായി ഏറ്റവും ഇടപഴകുന്ന മാതൃകയായിട്ട് നിൽക്കേണ്ട ജനപ്രതിനിധികൾ. പക്ഷെ ഈ മാതൃകയായിട്ട് നിൽക്കേണ്ട ജനപ്രതിനിധികൾ എന്ന് പറയുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കൊമ്പത്ത് കയറിയിരുന്ന് നിരങ്ങുന്ന കാണുമ്പോൾ പുച്ഛമാണ് എനിക്ക് പുച്ഛമാണ്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ തുറന്നു പറഞ്ഞതാ. അത് പ്രിയപ്പെട്ട മെമ്പർമാരെന്ന് മനസ്സിലാക്കണം. എന്റെ പ്രേക്ഷകരെ, ഞാൻ നിങ്ങൾക്ക് വിവരങ്ങൾ തരുന്നത് ഇതുപോലെയുള്ളവരുടെ സഹകരണത്തോടു കൂടി തന്നെയാണ്. എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ശരിയായ വാർത്ത എല്ലാ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ നമ്പർ എല്ലാ വീഡിയോയിലും ലൈവ് ഒഴികെയുള്ള എല്ലാ വീഡിയോകളിലും എന്റെ നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോ വിളിച്ചോ എന്നെ ഒന്ന് വിവരം അറിയിക്കണം. കാരണം സത്യം ജനങ്ങൾ അറിയണം. ഒരാളെ ക്രൂശിക്കാൻ നിൽക്കുമ്പോൾ അയാൾ നിരപരാധിയാണെന്നെങ്കിൽ നിരപരാധിയാണെന്ന് ജനം അറിയണം. ഒരാളെ നിരപരാധിയാക്കി മുദ്ര കൊടുത്തുമ്പോൾ അയാൾ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ കുറ്റവാളി തന്നെ അറിയണം. നമ്മുടെ നാട് നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടർ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അത് നാട് നശിപ്പിക്കാനാണ്, സത്യം അതല്ല എന്ന് വിളിച്ചു പറയാൻ ഇവിടെ ആൾ വേണം. അതാണ് ഡിഫറന്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. എനിക്ക് പ്രേക്ഷകരുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ പ്രാദേശികമായിട്ട് നടക്കുന്ന സംഭവമായാലും ഏത് സംഭവമായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ എന്നെ അറിയിക്കണം. സത്യസന്ധമായുള്ള വാർത്തകൾ. തെറ്റായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിലാണ് കേട്ടോ. മാധ്യമങ്ങൾ സത്യം പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങളും മറ്റുള്ളവരും അസത്യം പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. എനിക്ക് അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നതിനോടാണ് താല്പര്യം. ഡിഫറൻ്റ് ആയി പോകുന്നത് തന്നെയാണ് താല്പര്യം. ഈ ഒരു വിവരം നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. അതായത് ഏറ്റവും നല്ല ഇതായിട്ട് പത്തനംതിട്ടയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും മോശമായിട്ട് 1% പോലും ഒരു സ്റ്റാർ 1 സ്റ്റാർ റേറ്റിംഗ് പോലും ഞാൻ കളമശ്ശേരിക്ക് ഞാൻ കൊടുക്കൂല. Different angles. Don't forget to subscribe and support this channel.